എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നീ കുക്കറിലൊന്ന് ചോറ് വെച്ച് കാണിക്കൂ, കുക്കറിൽ ചോറ് വെച്ച് കാണിക്കുമെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ അങ്ങനെ അധികം കുക്കറിൽ ചോറ് വയ്ക്കണ ഏർപ്പാടില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ ഒറ്റ പ്രാവശ്യം അടുപ്പിൽ വയ്ക്കുകയാണ് പതിവ്. കുക്കറിൽ ചോറ് വയ്ക്കൽ വളരെ കുറവാണ്. അപ്പോൾ പുതിയ കുക്കറൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ എന്തായാലും ഒന്ന് ചോറ് വയ്ക്കുന്നതെന്ന് കാണിക്കാമെന്ന്. കാരണം നമ്മൾ ഈ കറി വെക്കുന്ന കുക്കറിലൊക്കെ എങ്ങനെയായാലും അതിൻ്റെ ഒരു കളറ് മഞ്ഞ കളറ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് അതൊന്ന് ചൂടാവാൻ വയ്ക്കുക. ചൂടാവാൻ വയ്ക്കാതെ ജസ്റ്റ് അടച്ചിട്ട് വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് വെക്കുന്നുള്ളൂ. കാരണം എനിക്കിവിടെ കൂടുതൽ ചോറിൻ്റെ ആവശ്യമില്ല. ഇന്ന് പ്രത്യേകിച്ചും ചോറിൻ്റെ ആവശ്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് അരിയാണ് ഞാൻ വെച്ച് കാണിക്കുന്നത് കേട്ടോ. ഇതിൽ അതിനേക്കാളും കൂടുതലൊക്കെ വയ്ക്കാൻ പറ്റും. ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അത് 3/4 ഭാഗത്തോളം വെള്ളം എടുത്തു. അത് ജസ്റ്റ് നമ്മൾ അരി കഴുകണ സമയത്തോളം ഒന്ന് അടച്ചു വെച്ചാൽ വെള്ളം ഒന്ന് അത്യാവശ്യം ചൂടായി കിട്ടും. അത് തുറന്നതിന് ശേഷം നമ്മുടെ അരി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇത് അടച്ച് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്രയും വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മുഴുവനും നല്ല ആവിയായതിന് ശേഷം ആവി ഇങ്ങനെ എയർ അതിൽ തിങ്ങി നിന്ന് ഇപ്പോൾ വിസിൽ വരും എന്നുള്ളൊരു സ്റ്റേജ് എത്തുമല്ലോ. വിസിൽ വരാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് ശേഷി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ആ വിസിൽ പോവാതെ വെയിറ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. വെയിറ്റ് ഒന്ന് പൊന്തി കഴിഞ്ഞാൽ അതൊന്ന് താഴ്ത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതവിടെ വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ തുറക്കേ വേണ്ട, നമുക്ക് വേറെ ജോലികളുണ്ടെങ്കിൽ ചെയ്യാം. അടുപ്പിൽ അങ്ങനെ വെക്കണമെന്നില്ല, അത് മാറ്റി വയ്ക്കാം. കുറേ സമയം കഴിഞ്ഞ്, അതായത് നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട്. നമ്മളത് ബലം പ്രയോഗിച്ച് വിസിലോ അങ്ങനെ ഊരിയെടുത്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അത് പതുക്കെ തണുത്ത് ഒരു 1/2 മണിക്കൂറോളം അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ ഇത്തിരി സ്റ്റിക്കി ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വളരെ കുറവായതുകൊണ്ടാണ്. നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ചോറ് വയ്ക്കുകയാണെങ്കിൽ കുക്കറിൽ ഒരിക്കലും ഒട്ടലുണ്ടാവില്ല. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഓരോ അരിക്കും ഓരോ വേവായിരിക്കുമല്ലോ. വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യ വിസിലടിക്കാനൊന്നും നിൽക്കരുത്. വീണ്ടും കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, അടച്ചു വയ്ക്കുക. ഒരുവിധം എനിക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വെന്ത് കിട്ടാറുണ്ട്. അതല്ല നമുക്ക് ഇനിയും വേവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി തിളപ്പിച്ച് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നമ്മുടെ പാകത്തിനുള്ള വേവ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പിലുള്ള ആ വാഷ് ഉണ്ടല്ലോ, ആ വാഷ് ഊരിയെടുത്തതിന് ശേഷം അടച്ച് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ വാർത്ത് കൊടുക്കണേ അതിലേക്ക് അങ്ങ് കുമ്പടത്തി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ വാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ആ വാഷിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ. അതിലൂടെ കഞ്ഞിവെള്ളം മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും നമ്മൾ അരി വാർക്കുന്ന പോലെ തന്നെ വരും. ചിലർ ഈ കുക്കറിലുള്ള ചോറ് വേറെ കലത്തിലേക്ക് തട്ടി പിന്നെ കലം വറക്ക് അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഈ വാഷ് ഊരി വെച്ചിട്ട് ഇങ്ങനെ വാർത്ത് കൊടുത്താൽ നന്നായിട്ട് വെള്ളം അതിന്ന് ഊർന്ന് നല്ല ഒലർന്ന ചോറായിട്ട് കിട്ടും. അപ്പോഴും നമ്മളൊരു അത്യാവശ്യം ഒരു 5-6 മിനിറ്റോളം അങ്ങനെ വെള്ളം വാർന്ന് പോകാൻ അനുവദിക്കുക. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ അടച്ചു വെച്ച് വെള്ളം വാർത്തിയെടുക്കണം. അപ്പോൾ അതാ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഞ്ഞിയിലേക്ക് വെള്ളം എടുത്തതുകൊണ്ട് തന്നെ കുറേ അധികം വെള്ളമില്ല, ബാക്കിയുള്ള വെള്ളം അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്കർ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വാഷ് ഇല്ലാത്ത കാരണം തന്നെ ഒന്ന് കുക്കർ തുറന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഒന്ന് അതിൻ്റെ ആ സ്ലോട്ടിലിട്ടിട്ട് ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ അധികം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞിയായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്രയും ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഉണ്ടോ, ഒന്നും തൊടാതെ നല്ല ഒലർന്നിട്ടുള്ള ചോറായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് കുക്കറിൽ വെച്ചതാ, അങ്ങനത്തെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. കാരണം നമ്മളിങ്ങനെ കുറേ അധികം വിസിലടിപ്പിക്കുമ്പോൾ അതിൽ വെള്ളം മുഴുവനും ഇങ്ങനെ ആവിയായിട്ട് വറ്റി പോകുന്നതുകൊണ്ട് അതെല്ലാം കൂടി ഒരു പശ പോലത്തെ ഒരു ടെക്സ്ചറായി മാറുന്നതാണ്. നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വിസിൽ വരുന്നതോടുകൂടി ഓഫാക്കിയത് ഒരു 1/2 മണിക്കൂറോളം അങ്ങനെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വച്ചതിന് ശേഷം തുറന്ന് നോക്കുക. അതിൽ വെന്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി തിളപ്പിക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. കത്തിക്കണ്ട, തീയൊന്നും കത്തിക്കണ്ട. തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വാർത്ത് കഴിഞ്ഞാൽ നല്ല ചോറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറിയൊക്കെ വയ്ക്കുന്ന കളറൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിപ്പോൾ പുതിയ
കറിയൊന്നും വെച്ചിട്ടില്ലാത്ത കുക്കർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്ത് കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് ചോറ് വെക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു കുക്കർ അതിനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ തീരെ ചെറിയ കുക്കർ ഉപയോഗിക്കാതെ 3.5 ലിറ്ററോ 4 ലിറ്ററോ അങ്ങനെ ഇത്തിരി ഒരു വലിപ്പമുള്ള കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാനും സ്ഥലം കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു കോളിഫ്ലവറിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചട്ടി ചൂടായി, കടുകിട്ടു, അതുപോലെ തന്നെ ഉണക്കമുളക് കറിവേപ്പിലിട്ടു, ആവശ്യത്തിനുള്ള സവോള ഇട്ടു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ചീനച്ചട്ടി നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് കോളിഫ്ലവർ മാത്രമല്ല, ഒരു ചെറിയ പീസ് ക്യാബേജും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ആ ഒരു ചെറിയ ലീഫുകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ കടക്കിൽ വരുന്നത്, അതൊക്കെ നന്നായിട്ട് ഉപ്പ് മഞ്ഞപ്പൊടിയിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് അനമ്പെടുത്തിട്ട് ഞാൻ അതൊരു 4-5 ലീഫ് അതും ചെറുതാക്കി അരിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ നമുക്കുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുളക് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി അതിനനുസരിച്ച് കുറവെടുത്താൽ മതി. പക്ഷേ ഞാനിതിൽ കൂടുതൽ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരു കളറും ഒക്കെ കിട്ടാൻ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ള കളറായിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയും ഇട്ട് കൊടുത്ത്. പിന്നെ പച്ചമുളക് അത്രയ്ക്ക് എരിവുള്ളതൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ ആവിയും വേകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ നല്ല തീ കത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിടിയോളം തേങ്ങ ചിരകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ആവിയിൽ കിടന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഉപ്പും മുളകും നമ്മൾ മുന്നേ കൂട്ടി തിരുമ്മി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും ഉള്ളി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിന് വല്ലാതെ വേവൊന്നുമില്ല. പിന്നെ പാത്രം ചൂട് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ അടുപ്പിൽ ഗ്യാസിൽ വെക്കുന്നതിനായിട്ട് ഫാസ്റ്റായിട്ട് ഇതിൽ കുക്ക് ചെയ്ത് കിട്ടും. നമ്മളിങ്ങനെ ഇതിന് പ്രത്യേകിച്ച് വേറെ പ്രോസസ്സൊന്നുമില്ല. തുറക്കുക, ഇളക്കുക, അടയ്ക്കുക, കുറച്ച് കഴിയുമ്പോൾ തുറക്കുക, ഇളക്കുക, അടയ്ക്കുക, അത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ സാധാരണ ഞാൻ കോളിഫ്ലവർ ഒറ്റയ്ക്കാണ് വെക്കാറുള്ളത്. ഇതിപ്പോൾ ഒരു ചെറിയ പീസ് ക്യാബേജ്, അപ്പോൾ നമുക്ക് അത് തന്നെയായിട്ട് വേറെ പിന്നെ വെക്കാനും പറ്റില്ല. പിന്നെ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ബജി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിവടയുടെ പോലെ സെയിം ടേസ്റ്റായിട്ട് കിട്ടും. നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം മാവൊക്കെ ഇട്ടിട്ടുള്ള പണ്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് പോരാത്തതുണ്ടെങ്കിൽ ചേർക്കുക. ഇപ്പോൾ നല്ല കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഞാൻ പെട്ടെന്നൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു വലിയൊരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടൊരു മീൻകറി പോലെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക. കാരണം പിള്ളേർക്കൊന്നും ഇങ്ങനെ ഇഞ്ചി കിട്ടണത് അധികം ഇഷ്ടമില്ല. അതുകൊണ്ട് ചെറിയ ഒരു മണത്തിനുള്ള ഇഞ്ചി മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ. 2 കറിവേപ്പില നീളത്തിൽ കീറിയിട്ടതും, അതുപോലെ തന്നെ ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവോള അത്യാവശ്യം ഒന്ന് വാടണം, അല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്നെത്തി. അതുപോലെ തന്നെ നമ്മൾ വല്ലാത്ത തീയിലും അല്ല വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരു ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടുള്ള വെണ്ടയ്ക്ക നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരെണ്ണത്തിന് നീളത്തിനനുസരിച്ച് 3-4 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന അത്ര ലെങ്ത്ത് വേണ്ട, അതിനേക്കാൾ ഒരു ചെറിയ ഈ ഒരു വലിപ്പം 2 ഇഞ്ച് 2.5 ഇഞ്ച് സൈസിലൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് കുടപ്പുളിയാണ് നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. പക്ഷേ ഗ്രേവിക്ക് കട്ടി കിട്ടാൻ വേണ്ടി അത്യാവശ്യം ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ തക്കാളിക്ക് അങ്ങനെ കുറേ പുളിയൊന്നുമില്ല. അതുപോലെ ഫ്ലഷ് നന്നായിട്ടുണ്ട് താനും. അപ്പോൾ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നല്ല മാതിരി ഗ്രേവി കട്ടിയാവാനിത് നല്ല ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വാട്ടുമ്പോൾ തന്നെ ഇതൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ടാവും. പിന്നെ
വെണ്ടയ്ക്ക മാത്രമാണ് കുറച്ചൊരു കൂടുതലുള്ളത്. പക്ഷേ അതും വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതേപോലെ എല്ലാ കഷ്ണങ്ങളായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. അല്ലാതെ വല്ലാതെ കിടന്ന് മൂക്കൊന്നും വേണ്ട. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ കുടപ്പുളിയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ കുടപ്പുളി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക. നമ്മളെപ്പോഴും ഈ കുടപ്പുളി വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴേ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കണ്ട. കാരണം എന്തെങ്കിലും തരിയുമാണല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലാവും ഉണ്ടാവുക. നമ്മളത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഫുൾ വെള്ളം അങ്ങ് കമത്താതെ ലാസ്റ്റത്തെ കുറച്ച് അവിടെ ബാലൻസ് നിർത്തി കഴിഞ്ഞാൽ അതിൽ ആ തരിയും പൊടിയൊക്കെ അതിലിരുന്നോളൂ കേട്ടോ. ഇനി നമ്മളത് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് സമയം മതി. കാരണം ഈ പുളി ഒന്ന് തിളയ്ക്കണം, പുളിവെള്ളം ഒന്ന് തിളയ്ക്കണം. പുളിവെള്ളത്തിൽ കിടന്ന് എല്ലാ കഷ്ണങ്ങളും ഒന്ന് വെന്ത് സെറ്റാവണം. കുറച്ചൊന്ന് ചാറ് കുറുകണം. ഇത്രയും പാകത്തിൽ നമ്മൾ നാളികേര പാലൊഴിക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ താളിച്ചൊഴിക്കുന്ന വേറെ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ചാറൊന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും മാളിന് പോകേണ്ട സമയമായി. അപ്പോൾ പിന്നെ വേഗം വീഡിയോ എടുപ്പൊക്കെ നിർത്തി വേഗം ചോറൊക്കെ പാത്രത്തിലാക്കി അവൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ സെക്കൻഡ് സെമ്മായിപ്പം അവളാണ് ക്ലാസ് ലീഡറായിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പണികളൊക്കെ ഉണ്ട്. രാവിലെ നേരത്തെ ചെന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ മാൾ പോകുന്നത് അവന് ഇഷ്ടമില്ല. അപ്പോൾ അവൻ പോകണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെ ഒരു മുടക്ക് ദിവസമൊക്കെ മാൾ ഡീറ്റെയിൽ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.